പക്ഷെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു അപേക്ഷയുണ്ട്. നമ്മൾ ഈ അതിദരിദ്രരോട് കാണിക്കുന്ന സ്നേഹ വായ്പ അത് വേണം, നിർബന്ധമായിട്ടും വേണം, അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷെ ആ സ്നേഹ വായ്പിന്റെ ഒരു അംശം നമ്മുടെ മുന്നണിയിലെ ഘടകകക്ഷിയായ CPIയോട് എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? അവരിപ്പോ ഈ PM ശ്രീ പദ്ധതി നമ്മൾ 2-3 ദിവസമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാ. സഖാവി അവര് പറയുന്നതിൽ എന്താ തെറ്റ്? അവരല്ലയോ ശരി? അതായത് BJP ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നല്ല. നമുക്കെന്ന് പറഞ്ഞാല് ഒരു മതനിരപേക്ഷ സർക്കാരിന്, ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഗവൺമെന്റിന് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം. അത് പൂർണ്ണമായിട്ട് നടപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ PM ശ്രീയുടെ പൈസ കിട്ടത്തുള്ളൂ. ഒരു ഒപ്പിട്ടിട്ട് കാര്യമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നടപ്പാക്കിയിട്ടും കാര്യമില്ല. അവർ നിർദ്ദേശിക്കുന്ന ആ ചട്ടക്കൂടുകൾ മുഴുവൻ നമ്മൾ നടപ്പാക്കണം. അത് ഒരു ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുമോ? സ്റ്റാലിനൊക്കെ കേസ് കൊടുത്തിരിക്കുക തമിഴ്നാട്ടിലെ. CPM-ന്റെ നേതൃത്വമുള്ള ഒരു സർക്കാരിന് സാധിക്കുന്ന കാര്യമല്ലത്. അതുകൊണ്ടാണ് CPI പറഞ്ഞത് ഒപ്പിടരുത് ഒപ്പിടരുത് എന്ന് പറയുന്നത്. 4 കാശിന് വേണ്ടി നമ്മുടെ ആദർശങ്ങൾ കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുന്നത് അതിനു വേണ്ടിയാ. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ K. രാജൻ സഖാവ്, റവന്യൂ മന്ത്രി, ഇക്കാര്യം ഉന്നയിച്ചു. ഒന്നും മൈൻഡ് ചെയ്ത പോലും ഇല്ല.